സ്വാലിഹുണ്ട് നമ്മളോടൊപ്പം. സ്വാലിഹ, 1-2 റൗണ്ടുകളുടെ സവിശേഷതകൾ വെച്ച് 3-ാം റൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അൻവർ വോട്ട് പിടിച്ചിട്ടുണ്ട്. LDF പ്രതീക്ഷിച്ച പോലെ തന്നെയാണോ അവർക്ക് ഈ 2 റൗണ്ടിലും വോട്ട് ലഭിച്ചിട്ടുള്ളത്? UDF പ്രതീക്ഷിച്ച അത്ര എത്താനായിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ ലീഡ്? ക്ലിയർ ആയില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയില്ല സ്വാലിഹ് പറഞ്ഞത്. കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിലേക്ക് എത്തിയിട്ടില്ല UDF. ഇവിടെ കൂടുതൽ വോട്ട് 1300 വരെ വോട്ടാണ് ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അൻവറിന്റെ സാന്നിധ്യം തന്നെ PV അൻവർ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ, മുന്നണികളെ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വോട്ട്, അതാവട്ടെ UDF വോട്ടിലാണ് ആ കുറവ് വന്നിട്ടുള്ളത്. അതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം രാജിന് 6 ബൂത്ത് 6 ബൂത്തുകളിൽ തുടക്കത്തിൽ തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ ലീഡുണ്ട്. ഇതെല്ലാം തന്നെ UDF കേന്ദ്രങ്ങളാണ്. തണ്ണിക്കടവ് ഉൾപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഒക്കെ വാർഡുകൾ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ UDF ലീഡ് ഉണ്ട്. അതായത് ഒരു പ്രത്യേക വോട്ട് ഉണ്ട്. ആകെ 1500. സ്വാലിഹ്, വളരെ വളരെ ക്വിക്കായി ഈ 2 റൗണ്ട് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇനി 3-ാം റൗണ്ട് എന്ന് പറയുന്നത് ഈ വഴിക്കടവ് പഞ്ചായത്ത് ഈ 3-ാം റൗണ്ടിൽ അവസാനിക്കുമോ? ഇല്ല, 4 റൗണ്ടുകളാണ് വരുന്നത്. നാലാമത്തെ റൗണ്ടിന്റെ പകുതി ഉണ്ടാവും അല്ലേ? കുറച്ചുകൂടി ഉണ്ടാവും അല്ലേ? അതെ അതെ. അപ്പൊ ഈ വരാൻ പോകുന്ന പ്രദേശങ്ങൾ 3-ലും 4-ലും വരുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച കണക്കൂട്ടൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും? ഈ 3 എന്ന് പറയുന്നത് LDF കുറച്ചു സാധ്യതയുള്ള മേഖല. 3-ാം റൗണ്ട് അല്ലേ? 3 4-ൽ ബാക്കി വരുന്ന ഭാഗങ്ങളും അത് LDF കൂടുതൽ സ്ഥലങ്ങളാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളും ഇതിനകത്തുണ്ട്. അതായത് 3-ാം റൗണ്ട് ഒന്നുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ, ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 3-ാം റൗണ്ടിനെ സംബന്ധിച്ച മുന്നണികളുടെ പ്രതീക്ഷ എങ്ങനെയാണെന്ന് പറഞ്ഞത്? 3-ാം റൗണ്ടിൽ ഇടതു മുന്നണിക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വോട്ട് വരാനുള്ള ഒരു സ്ഥിതിയുണ്ട്. ഇത് തണ്ണിക്കടവ് പോലെയുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ 1-2 റൗണ്ടിലെ ബൂത്തുകളിൽ വന്നതിന് LDF സാധ്യതയുള്ള അത്തരം ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട സ്വാലി. വളരെ ക്വിക്കായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള വിവരങ്ങളാണ് പ്രധാനമായും നമ്മൾക്ക് വേണ്ടത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സ്വാലിഹ് സൂചിപ്പിച്ചതാണ്. 3-ാം റൗണ്ട് വോട്ടെണ്ണുന്നു. ആ 3-ാം റൗണ്ട് വോട്ടെണ്ണൽ എന്നുള്ളത് LDF കുറെ കൂടി പ്രതീക്ഷയുള്ള ആ പഞ്ചായത്തിൽ തന്നെ വഴിക്കടവ് പൊതുവിൽ UDF സ്വാധീന പഞ്ചായത്താകുമ്പോഴും LDF കുറെ കൂടി സ്വാധീനമുള്ള പ്രദേശങ്ങൾ അടങ്ങുന്നതാണ് 3-ാം റൗണ്ട് എന്ന ഒരു, അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ലീഡ് കുറയ്ക്കാൻ പറ്റുമെന്നായിരിക്കും. പിടിച്ചു നിർത്താനും ഒരുപക്ഷെ അതിന്റെ ഒരു മൊമെന്റം, ആ ഒരു മുന്നോട്ട് ആ പേസിനെ ഒന്ന് തടയാൻ കഴിഞ്ഞേക്കാം എന്ന പ്രതീക്ഷയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, UDF 1-ാം റൗണ്ടിൽ ഒരു വലിയ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് പ്രതീക്ഷിച്ച വോട്ട് വീണിട്ടില്ല പലയിടത്തും. അവരുടെ ആദ്യ റൗണ്ടിൽ തന്നെ അവർ പ്രതീക്ഷിച്ച ഒരു വലിയ ലീഡിലേക്ക് പോകുന്നതിനെ തടസ്സപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം UDF അംഗീകരിക്കുന്നു. അതിൽ അൻവർ പിടിച്ച വോട്ടുകൾ UDFൻ്റെതാണ് എന്ന് വരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. വഴിക്കടവ് പഞ്ചായത്തിൽ അൻവറിന് കിട്ടിയ വോട്ടുകൾ എന്നുള്ളത് അത് UDF ബാധിച്ചിരിക്കുന്നു. LDF കണക്കുകൂട്ടിയതുപോലെയുള്ള വോട്ടുകൾ ഈ 2 റൗണ്ടിലും LDF അക്കൗണ്ടിൽ പെട്ടിട്ടുമുണ്ട്. 3-ാം റൗണ്ട്, ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 3-ാം റൗണ്ട് എന്നുള്ളത് LDF സംബന്ധിച്ച് കുറച്ചുകൂടി സ്വാധീനമുള്ള, അതൊരു അമിത പ്രതീക്ഷ ഒന്നുമല്ല. പക്ഷേ ഒരു UDF സ്വാധീന പഞ്ചായത്തിൽ LDF സ്വാധീനമുള്ള പ്രദേശങ്ങൾ കൂടി ചേർന്ന ബൂത്തുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് 3-ാം റൗണ്ട് എന്നുള്ളത്. അതായത് 29 മുതലുള്ള ബൂത്തുകൾ. യെസ്, അതെ. ആ 29 മുതലുള്ള ബൂത്തുകൾ 3-ാം റൗണ്ട് പൂർത്തിയായി 4-ാം റൗണ്ട് കൂടിയാകുമ്പോൾ, 4 റൗണ്ടിന് ഏതാണ്ട് പകുതിയോടുകൂടിയൊക്കെ വരുമ്പോഴേക്കും വഴിക്കടവ് പൂർത്തിയാകും. അവിടെയും ഈ പറഞ്ഞതുപോലെ 3-ാം റൗണ്ടിൽ ഈ പറയുന്ന പോലെ ഒരു 4 ബൂത്തുകൾ മാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് UDF സ്വാധീനമുള്ള വഴിക്കടവിലും ഏറ്റക്കുറച്ചിലുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ആ ഏറ്റക്കുറച്ചിലിന് ഇടവരുന്ന പ്രദേശങ്ങളാണ് ഇനി എണ്ണുന്നത് എന്നുള്ളതാണ്. അതാണ് 1-ഉം 2-ഉം UDF ആ പഞ്ചായത്തിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ 1-ാമത്തെ റൗണ്ട് UDF പ്രതീക്ഷിച്ച നിലയിലേക്ക് അവർക്ക് എത്തിയില്ല എന്നുള്ള നിരാശ അവർക്ക് പകർന്നിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. അതിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത വിധം അവരുടെ വോട്ടുകൾ അൻവറിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. BJP വൻ ലീഡില്ല. ഇത് ഞാൻ പറഞ്ഞത് നമ്മളിത് തുടക്കം മുതൽ പറഞ്ഞിരുന്നു. പക്ഷേ തുടക്കത്തിൽ ഷൗക്കത്തിന് തരംഗം എന്നൊക്കെ എഴുതിയവർ UDF ലീഡില്ല എന്ന രീതിയിലേക്ക് തിരിച്ചു തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി വസ്തുതകളിലേക്ക്, റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് പക്ഷേ തുടക്കം മുതൽ ഈ ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.